ഇന്നത്തെ റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഭൂട്ടാൻ്റെ നാഷണൽ ഡിഷായിട്ടുള്ള യമാദാച്ചിയാണ്. യമാദാച്ചി ചോറിനോടൊപ്പം അതുപോലെ ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത് യമാദാച്ചിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, ഒരു സവോള, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഒരു 3-4 ചുള വെളുത്തുള്ളി. അപ്പോൾ അതാ ഇത്രയും ഒരു പാത്രത്തിലിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇനി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരികയും ചെയ്യും കേട്ടോ. നമ്മളിത് ചെറുതായിട്ടല്ലേ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റുള്ളിൽ തന്നെ റെഡിയായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ യമാദാച്ചി ഉണ്ടാക്കുമ്പോൾ ജലപ്പീനോ എന്ന് പറഞ്ഞത് ഒരു സിസ് ചില്ലി, അതായത് ഭൂട്ടാനിലുണ്ടാകുന്ന ഒരു ചില്ലിയാണ് യൂസ് ചെയ്യണത്. പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാപ്സിക്കം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് എരിവില്ലാത്ത മുളക് വേണം കേട്ടോ എടുക്കാനായിട്ട്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ മുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അതും പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെ പൊടി. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഒഴിച്ചേർന്ന വെള്ളമാണെങ്കിലും വറ്റി ഒരു 2 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചത്. അപ്പോൾ 2 കപ്പ് വറ്റി ഒരു 1 കപ്പിലായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് 3 ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഈ ഒരു ക്വാണ്ടിറ്റിക്കുള്ള ചീസ് ഇത് കറക്റ്റാണ് കേട്ടോ. ഞാനൊരു 3 സ്ലൈസ് ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ദാക്ഷി എന്ന് പറയുമ്പോൾ ചീസ് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം വന്നത്. അപ്പോൾ ഷാമു ദാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂണുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടാക്കണേ കേട്ടോ. അടുത്തത് കേവ ദാഷ്ടി എന്നൊക്കെ പറയാം, പൊട്ടേറ്റോ വെച്ചിട്ടുണ്ടാക്കണത്. ഇതിപ്പോൾ നമ്മൾ എന്താണ് ചില്ലിയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യമാദാക്ഷി എന്ന് പറയുന്നത് കേട്ടോ. ചീസാണ് ദാക്ഷി എന്ന് പറയുമ്പോൾ ചീസ്. അപ്പോൾ നമ്മൾ 3 ചീസ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതൊരു 1 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ബട്ടറും ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ പാകത്തിന് ഒരു 30 സെക്കൻഡൊക്കെ ആണെങ്കിലും മതി കേട്ടോ. അപ്പോഴേക്കും ഇത് സെറ്റായി വരുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി. യമാദാച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ജലപ്പീന വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്യാപ്സിക്കം അതിന് പകരമായിട്ട് ചേർത്തണം. പിന്നെ ഇത് തന്നെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കിയിടും. ഷാമു ദാക്ഷി എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് കൂണില്ലേ, കൂണ് വെച്ചിട്ടുണ്ടാക്കും. അതുപോലെ കേവ ദാക്ഷി, അത് ചീസും കേവ എന്ന് പറയുമ്പോൾ പൊട്ടാറ്റോ. അപ്പോൾ ചീസും പൊട്ടാറ്റോയും കൂടെ കൂടി. അപ്പോൾ ഇത് തന്നെ സംഭവം. നമ്മൾ ആ മുളകിൻ്റെ സ്ഥാനത്ത് ഇത് ചേർക്കുമെന്ന് മാത്രം, എന്താണ് പൊട്ടാറ്റോ ചേർക്കാമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചോറിനോടൊപ്പം അതുപോലെ അപ്പം, പിന്നെ ചപ്പാത്തി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവർ സാധാരണയായിട്ട് സെർവ് ചെയ്യണ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് സെർവ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടം. യമാദാച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്പാനിഷ് ഓംലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതും കൂടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അപ്പോൾ നല്ലൊരു ഷെയർ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആശംസിക്കുന്നു.